149ാമത് മന്നം ജയന്തി ഇന്ന് ചങ്ങനാശ്ശേരിയിൽ NSS ആസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടക്കുന്നു. മന്നം ജയന്തി സമ്മേളനം 11-ന് ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്യും. സുകുമാരൻ നായർ പുഷ്പാർച്ചന നടത്തി. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തി. നിതിൻ തോമസ് ഉണ്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി. നിതിൻ, ഗുഡ് മോർണിംഗ്. ആഘോഷങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ചടങ്ങുകൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ? തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ രാവിലെ കൃത്യം 7 മണിയോട് കൂടി തന്നെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എത്തി പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതിനുശേഷം ഒട്ടനവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. 149ാം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ പുഷ്പങ്ങൾ അർപ്പിക്കാനായിട്ട് ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് വന്നു ചേരുന്നുണ്ട്. കൂടാതെ ഈ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ അനവധി ആളുകളും ഇന്നേ ദിവസം ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്, പെരുന്നയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ തന്നെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആളുകളും പ്രമുഖരായിട്ടുള്ള ആളുകളും കടന്നു വരുന്നുണ്ട്. അതുകൂടാതെ ഒട്ടനവധി ആളുകളാണ് ഇവിടേക്ക് കടന്നു വരുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത് തന്നെ ഈ സമാധിയിൽ പുഷ്പാർച്ചന നടത്തുക എന്നുള്ളതാണ്. രാവിലെ 7 മണി മുതൽ ഇന്നലെയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ഒരു ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ആരംഭിച്ചത്. ഇന്ന് അതിൻ്റെ പ്രധാന ആഘോഷങ്ങൾ നടക്കും. ഇപ്പോൾ രാവിലെ 7 മണി മുതൽ തന്നെ സമാധിയിൽ പുഷ്പാർച്ചന നടന്നു. ഇനി രാവിലെ 11 മണിയോട് കൂടിയിട്ട് മന്നം ജയന്തി സമ്മേളനം ആരംഭിക്കുന്നതാണ്. MG സർവകലാശാല മുൻ വൈസ് ചാൻസലറും അതുപോലെ തന്നെ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ മുൻ അംഗവുമായ ഡോക്ടർ സിറിയക് തോമസ് ആയിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുക. മന്നം ജയന്തിയോടനുബന്ധിച്ച് ഈ പെരുന്നയും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ വലിയൊരു സുരക്ഷാ വലയത്തിലാണ്. കാരണം ഒട്ടനവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുക. ഈ ഒരു 149ാം ജയന്തി ആഘോഷത്തിലേക്ക് വിശ്വാസികൾക്കും സന്ദർശകർക്കുമായി വിപുലമായ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഈ വന്ന് പുഷ്പങ്ങൾ അർപ്പിക്കാനും സമ്മേളനത്തിൽ പങ്കെടുക്കാനുമുള്ള അവസരങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക ആചാര്യനായ മന്നത്ത് പത്മനാഭൻ്റെ 149ാം ജയന്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പുഷ്പാർച്ചന അതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒട്ടനവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ശരി, നിതിൻ തോമസ് ആണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. മന്നം ജയന്തിയോടനുബന്ധിച്ച് ഉള്ള വിവിധ പരിപാടികളെക്കുറിച്ച് നിരവധി പേർ അവിടെ എത്തി പുഷ്പാർച്ചനയും നടത്തി.